ആടും അള്ളാഹുബെ വെട്ടിയ വയറുമായി ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിന്റെ സഹായം ഏറ്റുവാങ്ങിയവരാ ബദരീങ്ങൾ. ആ ബദരീങ്ങളെ കബറടക്കിയിരിക്കുന്ന മണ്ണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ പോകാൻ ഇന്ന് ഇവിടുത്തെ ഗവൺമെന്റ് അത് അനുവദിക്കുന്നില്ല. കാരണം അവരങ്ങനാണ് എല്ലാ കാര്യങ്ങളും അവരിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ നമുക്ക് കഴിയുമെങ്കിൽ, നമുക്കവരുടെ ഖബറിന്റെ അകത്തേക്കൊന്നും കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്കവിടെ പോകാൻ വെളിയിൽ നിന്നെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ് ബദരീങ്ങൾ മജ്ലിസുന്നൂറൊക്കെ നമ്മൾ ഓതുന്നവരാ. മജ്ലിസുന്നൂറിനെയൊക്കെ വല്ലാതെ, മജ്ലിസുന്നൂറിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും നമ്മൾ മാറ്റുന്നവരാ. അപ്പൊ ആ ബദരീങ്ങൾ 313 സ്വഹാബത്തിന്റെ പേര് പറയുന്ന നമുക്ക് ആ പുണ്യ ബദരീങ്ങളെ കബറടക്കിയിരിക്കുന്ന ആ സ്വർഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ബദരീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനോട്, നബിയെ, ബദരീങ്ങളുടെ സ്ഥാനം എന്താ? പ്രവാചകൻ പറഞ്ഞു, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ബദരീങ്ങളാണ്. ബദരീങ്ങളെയാണ് അള്ളാഹുവെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് തിരിച്ചു ചോദിച്ചു, മലക്കുകളുടെ ലോകത്തിൽ ഏറ്റവും സ്ഥാനമാർക്ക? ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും മലക്കുകളുടെ ലോകത്തിൽ വല്ലാത്ത സ്ഥാനമുണ്ട് എന്ന് ചരിത്രം പറയുമ്പോൾ, ബദരീങ്ങളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു ചരിത്രം കാണാം. ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബി രാജ്യദ്രോഹം ചെയ്തു. ചാരപ്പണി എന്ന് പറഞ്ഞാൽ കൊലക്കുറ്റമാണ്. അങ്ങനെ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയെ കൊണ്ടുവന്നു, പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന സ്വഹാബികൾ മുഴുവനും പറഞ്ഞ്, ഈ സ്വഹാബിയെ വധിക്കണം, ഈ സ്വഹാബിയെ വധിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കൊല്ലാ നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഫ്അൽ മാ ശിഅ്ത വജബതു ലഹുൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്. അവരോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞത് ബദറിൽ പങ്കെടുത്ത സ്വഹാബിയെ വെറുതെ വിടണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും മഹത്വം അവർക്കുണ്ട് ആ ബദരീങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പാഠം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അലിയാരി തങ്ങൾ പറയുന്നുണ്ട്, ബദറിലെ സ്വഹാബാക്കൾ യുദ്ധത്തിന് വിജയിക്കാനുള്ള, അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം അവര് പറഞ്ഞ ഒരു ദിക്റാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ ഉറക്കം വരുന്ന ഞാൻ തൊണ്ടവേദന എടുത്തിട്ട് ഞാൻ പറയണത്. നിങ്ങൾ ഉറങ്ങാനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിർത്തിയേക്കാം. കാരണം ഉറങ്ങുന്നവരെ ഖുർആൻ ഓതി പോലും ശല്യപ്പെടുത്താൻ പാടില്ല, അല്ലേ ആചാര്യ? അങ്ങനല്ലേ? ഉറങ്ങുന്നവരെ ഉറങ്ങാൻ ഒരുപാട് സമയമുണ്ട്. ഹബീബേ, നിങ്ങൾക്ക് വേണോ വേണ്ടേ? ബദറിലെ സഹാബാക്കൾ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ വേണ്ടി അവര് ചെയ്തിരുന്നത് ഒരു ദിക്റ്. അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നിട്ട് ആ ദിക്റ് പറഞ്ഞു. അലിയാർ തങ്ങൾ സഹിക്കാൻ കഴിയാതെ പോയി പ്രവാചകൻ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവേ ഈ ദിക്റ് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ യുദ്ധക്കളത്തിലേക്ക് പോയപ്പോ ബദരീങ്ങൾ വിജയിച്ച് തിരിച്ചു കയറി വരുന്ന രംഗങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിക്റ് വല്ലാത്ത മഹത്വമുള്ളതാ. ആ ദിക്റ് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ദിക്റ് പറഞ്ഞിട്ട്, ഈ ദിക്റ് 313 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, ഇതെല്ലാം ഈ 313 പ്രാവശ്യം ഈ ദിക്റ് പറഞ്ഞിട്ട് ദുആ ചെയ്ത അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. കാരണം ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്റെയും അധികാരം കൊടുത്ത ഒരു ഭരണാധികാരിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാമിനും മരംകുത്തി എന്ന് പറയുന്ന ഒരു കിളിയുണ്ടായിരുന്നു.